നമസ്കാരം. RSS പ്രവർത്തകനായിരുന്ന തൃശൂർ തൊഴിയൂരിലെ സുനിൽകുമാറിനെ വെട്ടിക്കൊന്ന കേസിൽ തെറ്റായി ശിക്ഷിക്കപ്പെട്ടവർക്ക് ഒടുവിൽ നീതി. പോലീസുകാരിൽ പണം ഈടാക്കി നഷ്ടപരിഹാരം നൽകുന്നതിന് സർക്കാർ തീരുമാനം വന്നെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല. ഈ സാഹചര്യത്തിൽ ഉത്തരവായി ഇറങ്ങുകയാണ് തീരുമാനം. ഓരോരുത്തർക്കും 5 ലക്ഷം രൂപ വീതമാണ് നൽകേണ്ടത്. 3 പതിറ്റാണ്ടോളമായി നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇത് സാധ്യമായിരിക്കുന്നത്. UDF ഭരണകാലത്ത് കൊലക്കേസിൽ അന്യായമായി പ്രതിചേർക്കപ്പെട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട നിരപരാധികൾക്ക് നഷ്ടപരിഹാരത്തുക കിട്ടും. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ 1994 ഡിസംബർ 4-ന് ഗുരുവായൂരിനടുത്ത് BJP പ്രവർത്തകൻ തൊഴിയൂർ സുനിൽ കൊല്ലപ്പെട്ട കേസിലാണ് നടപടി. ബിജി, റഫീഖ്, ഹരിദാസ്, ബാബുരാജ് എന്നിവർക്കാണ് നഷ്ടപരിഹാരം ലഭിക്കുക. ഇവർക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരമായി നൽകാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വാനന്ദ് സിൻഹ ഉത്തരവിട്ടു. പോലീസ് മർദ്ദനത്തെ തുടർന്ന് ക്ഷയരോഗിയായ ഹരിദാസ് 10 വർഷം മുമ്പ് മരിച്ചു. വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷിച്ച ഇവരെ പിന്നീട് ഹൈക്കോടതിയാണ് വെറുതെ വിട്ടത്. ഒരു അഭിഭാഷകന്റെ വിജയകഥ കൂടിയാണ് ഇത്. ഫീസ് പോലും വാങ്ങാതെ ബാബുരാജിനും മുജീബിനും റഫീഖിനും വേണ്ടി കേസ് വാദിച്ചു അഡ്വക്കേറ്റ് കെ കുഞ്ഞിരാമ മേനോൻ. കുഞ്ഞിരാമ മേനോന്റെ വാദത്തിൽ യുവാക്കളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടു. ഈ അഭിഭാഷകന്റെ മികവ് കൂടിയാണ് നഷ്ടപരിഹാര സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. UDF ഭരണകാലത്താണ് കൃത്യമായ തെളിവുകളില്ലാതെ ഇവരെ പ്രതി ചേർത്തത്. കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബാബുരാജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് നഷ്ടപരിഹാരത്തിന് വഴി തുറന്നത്. ഹൈക്കോടതി വിധി പ്രകാരം നടത്തിയ പുനരന്വേഷണത്തിൽ കേസിലെ യഥാർത്ഥ പ്രതികളെ പോലീസ് പിടികൂടി. നേരത്തെ പുനരന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ തുടർ നടപടി ഉണ്ടായില്ല. 2016-ൽ LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം വീണ്ടും നൽകിയ നിവേദനത്തെ തുടർന്നാണ് പുനരന്വേഷണത്തിന് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിച്ച പോലീസുകാർക്കെതിരായ നിയമ നടപടികൾ തുടരുമെന്ന് ബാബുരാജ്, മുജീബ്, റഫീഖ് എന്നിവർ പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശം കൂടി കണക്കിലെടുത്താണ് സർക്കാർ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിറക്കിയിരിക്കുന്നത്. അന്ന് കേസ് അന്വേഷിച്ച പല ഉദ്യോഗസ്ഥരും നിലവിൽ വിരമിച്ചിട്ടുണ്ടാകാം. വിരമിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെൻഷൻ തുകയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാനാണ് സർക്കാർ തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ ജമയത്തുൽ ഇഹ്സാനിയ എന്ന തീവ്രവാദ സംഘടനയിൽപ്പെട്ട 9 പേരാണ് സുനിലിനെ കൊന്നതെന്ന് കണ്ടെത്തി. ഇവരിൽ മിക്ക പ്രതികളെയും അറസ്റ്റ് ചെയ്തു. ശിക്ഷിക്കപ്പെട്ടവരല്ല പ്രതികളെന്നും അതിനാൽ ജയിൽ ശിക്ഷ അനുഭവിച്ച കാലത്തിനനുസരിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഉചിതമായ തീരുമാനം സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാമെന്നും കാണിച്ചുകൊണ്ട് തൃശൂർ ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി സൂപ്രണ്ട് സർക്കാരിനോട് 2022 സെപ്റ്റംബർ 28-ന് ശുപാർശ ചെയ്തിരുന്നു. സുനിലിന്റെ വീട്ടുകാരും തെറ്റായി ശിക്ഷിക്കപ്പെട്ട 4 പേരും ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും സമീപിച്ചിരുന്നു. സുനിൽ ഉൾപ്പെടെയുള്ള എല്ലാ മതരാഷ്ട്രീയ വധക്കേസുകളും അതിന് പിന്നിലെ തീവ്രവാദ ബന്ധവും അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. ഇത് മുഖ്യമന്ത്രി അംഗീകരിച്ച കേസുകൾ വീണ്ടും അന്വേഷിക്കുന്നതിന് 2017 സെപ്റ്റംബർ 25-ന് ഉത്തരവിറക്കുകയായിരുന്നു.